ഇത് നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യത്തിലുള്ളത് അർജുന്റെ വാഹനമാണോ? അതുകൂടി ഒന്ന് പറയുമോ വിനീഷ്? അത് തന്നെ, സാഗര കോയത്തുമ്പോൾ. ഇതാണ് ഈ ലോഡുമായി കിടക്കുന്ന വണ്ടിയാണ് കണ്ടത്. ഈ ലോഡല്ല, കട്ടൻസ് ലോഡായിരുന്നു. കട്ടൻസ് ആണ് ആ വണ്ടി. ഇതാണ് വണ്ടി ഇത് തന്നെ, കട്ടൻസ് ലോഡാണ്. കട്ടൻസ് ആണ്, അതായത് മനസ്സിലായി, മറ്റേ പീസുകളാക്കി തടി മുറിച്ചു കൊണ്ടുവരുന്ന ലോഡ്. അതന്നെ. ഓക്കെ. അപ്പോൾ വിനീഷ്, ഇനി അറിയേണ്ടത് ഈ വാഹനം പൂർണ്ണമായും ഗ്ലാസ് കയറ്റിയിട്ടായിരുന്നു ഉറങ്ങുന്നത്. അപ്പോൾ അതിന് പുറത്തേക്കാണ് മണ്ണ് വീണിരിക്കുന്നത്. ഈ ലോറി അവിടെ ചേർത്തല്ലേ നിർത്തിയിരുന്നത്? ഇത് തെന്നി നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? വിനീഷിന് എന്ത് തോന്നുന്നു? ആ മലയുടെ ആ അടിവാരത്ത് പാർക്ക് ചെയ്ത ഇടത്ത് തന്നെ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? നമ്മൾ കട്ടൻസ് ഒന്നും നമുക്കിതുവരെ അതിൻ്റെ പാർട്സ് ഒരു ഭാഗം പോലും പുറത്ത് പുഴയിൽ നിന്നോ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. തെന്നി നീങ്ങാൻ ചാൻസ് ഇല്ല, കാരണം അത് റോഡിന്റെ മണ്ണിനോട് അതുപോലെ ചേർന്നാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് മണ്ണ് വീഴാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന മൺകൂനയ്ക്കടിയിൽ ആ വണ്ടി ഉണ്ടാകും അല്ലേ? ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാരണം ലോഡുണ്ട്, പിന്നെ വണ്ടി അത്രയും ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന കാരണം മണ്ണ് എന്തായാലും മുകളിലേക്ക് വന്ന് വീഴാനേ ചാൻസ് ഉള്ളൂ. അത്രയും ചേർത്താണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ലോറിയുടെ ദൃശ്യം ഇപ്പോൾ നമ്മൾ കാണിച്ചതാണ്. ലോറിയുടെ ദൃശ്യം. ഈ വാഹനമാണ് അർജുൻ്റേത്. അതിൽ ഇപ്പോൾ നീളത്തിലുള്ള തടിക്കഷ്ണങ്ങളുടെ ലോഡാണ് കാണുന്നതെങ്കിൽ കട്ടൺസായുള്ള, അതായത് ചെറിയ പീസുകളാക്കി മുറിച്ച തടിക്കഷ്ണങ്ങൾ, അങ്ങനെയുള്ള 300 തടിക്കഷ്ണങ്ങൾ, ഏകദേശം 10-30 ടൺ ഭാരം വരുന്ന തടിക്കഷ്ണങ്ങൾ കയറ്റിയ രീതിയിൽ ഫുൾ ലോഡായിരുന്നില്ലേ? ടിമ്പർ ഫുൾ ലോഡായിരുന്നില്ലേ വിനീഷ്? അതെ അതെ. തടി ഇതുപോലെ തന്നെ കയർ കൊണ്ട് കെട്ടിവരിഞ്ഞ ലോഡായിരുന്നു. അതെ അതെ. വിനീഷ്, അതായത് അർജുൻ ആ വാഹനത്തിലിരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് പാസ് ചെയ്യുമ്പോഴും. വണ്ടി ഗ്ലാസ് കയറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അകത്താളുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഉറങ്ങുന്ന രീതിയിലാണോ കണ്ടത്? ഡ്രൈവിംഗ് സീറ്റിലില്ലായിരുന്നു, അകത്ത് കിടക്കുന്നതായിട്ട്. അതായത് സാധാരണഗതിയിൽ നിങ്ങൾ ഈ ലോറിയിൽ കിടക്കുമ്പോൾ ആ ഫ്രണ്ട് പോർഷനിൽ തന്നെയല്ലേ കിടക്കാറ്? ഫ്രണ്ട് പോർഷനിലാണ് കിടക്കുന്നത്. അപ്പൊ ബെർത്തുള്ള വണ്ടിയാണെങ്കിൽ ചിലർ ബർത്തിൽ കിടക്കും, അല്ലെങ്കിൽ ആ സീറ്റ് 2 സീറ്റിലും കൂടെ ആയിട്ട് കിടക്കും. അർജുനെ എങ്ങനെയാണ് കണ്ടത്? ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ടാണോ? ഫ്രണ്ടില് സീറ്റിൽ കിടക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പം ഗ്ലാസ് ഒട്ടിച്ചേക്കുന്ന വണ്ടിയാ, ചെറിയ കൂളിംഗ് ഉണ്ട്. അപ്പം ഗ്ലാസ് 2 കയറ്റി ഇട്ടേക്കായിരുന്നു. അകത്ത് ആളുണ്ട് എന്തായാലും, കാരണം പുറത്ത് അവിടെ ആ ഭാഗത്ത് കടയിലൊന്നും ആളില്ലായിരുന്നു. 2 അണ്ണന്മാർ മാത്രമേ കടയിൽ ചായ കുടിക്കുന്നുള്ളായിരുന്നു. അർജുന്റെ വണ്ടിക്ക് മുന്നിലും പിന്നിലുമായി ടാങ്കറുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ, അതായത് അർജുന്റെ വണ്ടി ഇട്ടിരുന്ന സൈഡിൽ എത്ര ലോറികൾ ആ സമയം ഉണ്ടായിരുന്നു വിനേഷ് പോകുമ്പോൾ? അതിന്റെ പുറകിൽ ഒരു വണ്ടി ഇരുന്നാ തോന്നുന്നു. മുന്നല്ല ഇട്ട് തൊട്ട് മുന്നിൽ വണ്ടിയില്ല, അതിന്റെ മുൻഭാഗത്ത് ചേർന്ന് വണ്ടിയില്ലായിരുന്നു. മുൻഭാഗത്ത് വണ്ടി അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഈ ബുള്ളറ്റ് ടാങ്കർ ഉണ്ടല്ലോ, ബുള്ളറ്റ് ടാങ്കറിന്റെ ഒരു ബുള്ളറ്റ് പീസ് അടർന്ന് വീണ് കിടക്കുന്നതാണ് നദിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ വണ്ടിയുടെയും പാർട്സ് ഈ മണ്ണിനടിയിൽ ഉണ്ടാകാം. അതിന്റെ പിറകിലായിട്ട് ഒരു ടാങ്കർ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വണ്ടി കിടന്നതിന്റെ സൈഡിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ടാങ്കറിന്റെ സൈഡിൽ കൂടെയാണ് ഞാൻ റിവേഴ്സ് എടുത്ത് എന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നത്. ആ വണ്ടി എടുത്തോണ്ട് പോയോന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞായിരുന്നു. വിനീഷ് പറയുന്നത് ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് മുന്നിലും ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു, ഒപ്പം അർജുന്റെ വണ്ടിക്ക് പിന്നിലും ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, കാരണം ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കാൻ എടുത്തപ്പോൾ ആ വണ്ടി ടാങ്കർ പുറകിലുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെയാണ് ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുത്തത്. ഓക്കെ. വിനീഷ്, അവിടെ നിന്ന് 8 മണിക്ക് ശേഷം, അതായത് 8:10 കൂടിയാണ് അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് തിരിച്ചു വരുന്നത്. ഏകദേശം 8:10 അതിക്കുള്ള സമയം പോയിട്ടില്ല. എവിടെ വെച്ചാണ് വിനീഷ് അറിഞ്ഞത് ഈ കടന്നു വന്ന വഴിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ളത്? അത് കഴിഞ്ഞിട്ടൊരു ടോളുണ്ട്, നമ്മൾ കുണ്ട കഴിഞ്ഞിട്ട് ഒരു ടോളുണ്ട്. ആ ടോൾ എത്തിയപ്പം മുതലാളി, നമ്മുടെ വണ്ടിയുടെ ഓണർ ഫോൺ വിളിച്ചു. വണ്ടി ഇന്നപോലെ അവിടെ എന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് പോയപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു ഓണർക്ക്. അവരിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അവൻ വിളിച്ചിട്ട് പറഞ്ഞു അവരവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഇന്നുപോലെ മണ്ണിടിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഓണർ ഫോൺ വിളിച്ചു. അങ്ങനെയാണ് അറിയുന്നത്. അപ്പോഴേക്ക് എത്ര കിലോമീറ്റർ അവിടെ നിന്നും യാത്ര ചെയ്തായിരുന്നു വിനീഷ്? ഞാൻ കുറച്ചൊരു 10-20 കിലോമീറ്റർ കഷ്ടി ടോൾ എത്തുന്നതിന് മുന്നേ ആയിട്ടാ അറിയുന്നത്. അതായത് അർജുനെ അവസാനമായി കണ്ട് 20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വിനീഷ് എത്തുമ്പോഴേക്കും അവിടെ മണ്ണിടിഞ്ഞു. അപ്പോഴെങ്ങനെയാണ് വിനീഷ് യാത്ര തിരിക്കുമ്പോൾ മഴയുണ്ടായിരുന്നോ വിനീഷ്? അവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ഈ മണ്ണിടിയാനുള്ള സാധ്യതയോ അങ്ങനെയൊക്കെയുള്ള, അതായത് അവിടുത്തെ ഒരു ഭാഗമൊക്കെ എങ്ങനെയാണ്? പൊതുവെ ഇങ്ങനെ മണ്ണിടിയുന്ന നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മണ്ണിടിഞ്ഞു വരുന്നതോ മണ്ണൊലിപ്പോ ഒക്കെ?
മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ അതിലെ പോകുമ്പോൾ നേരത്തെ കുറച്ച് വർഷം മുന്നേ ഒക്കെ പോകുമ്പോൾ അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ആ പാറക്കഷ്ണങ്ങളൊക്കെ കുറച്ചപ്പുറത്ത് പാറക്കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന ഇത് കണ്ടിരുന്നു. അതൊക്കെ നേരത്തെ ഇടിഞ്ഞു വീണതാണോ? അത് നേരത്തെ ഇടിഞ്ഞു വീണതാന്ന് തോന്നുന്നു. അപ്പൊ ഇതിന് മുന്നേ അവിടെ മണ്ണിടിച്ച് നേരത്തെ ചെറുതായിട്ടൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഈ മഴയായിരുന്നതുകൊണ്ട് ശരിക്കും അവിടുന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു നല്ലപോലെ മേളിന്നൊക്കെ. ആഹാ. അപ്പോൾ അവിടെ പോരുമ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. 20 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു എത്ര സമയം അരമണിക്കൂർ എടുത്തോ? അരമണിക്കൂർ എടുത്ത് കാണത്തില്ല. അരമണിക്കൂർ മുന്നേ എന്നെ ഓണർ വിളിച്ചു. അപകടമുണ്ടായത് അറിഞ്ഞ് ഓണർ വിളിച്ചതായിരിക്കും അല്ലേ? അതെ അതെ. അച്ഛാ അവിടെ വണ്ടി ഇട്ട് ഉറങ്ങുന്നത് കണ്ട് ഓപ്പോസിറ്റ് പോയ വണ്ടിക്കാരൻ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ വിനീഷ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, രക്ഷാപ്രവർത്തകർക്കും ഒക്കെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് തൊട്ടു ചേർന്നല്ലേ ഈ പറഞ്ഞ മരമുള്ളത്? അതെ അതെ.